ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ഈ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഒരു കക്കാർച്ചി റോസ്റ്റ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതൊന്ന് ട്രൈ ചെയ്താലോ. അതിനായിട്ട് ഞാൻ കക്കാർച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അത്രയും കക്കാർച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും, അതെല്ലാം പറ്റിച്ചെടുക്കണം. അങ്ങനെ ദാണ്ട് അതെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ടാണ്, തീരെ ചെറുതല്ല എന്നാലും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് ചെറുതായി വാടി വരുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പം ഞാനത് വാട്ടിയെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കുക, എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഞാൻ നമ്മുടെ ഉള്ളി വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മൂക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഒരു ശകല കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂണിനും മാത്രം മല്ലിപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ മൂക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ കക്കാറച്ചി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതിന് വലിയ പണികളൊന്നുമില്ല, മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമ്മൾ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഇതാണ്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, ഒരുപാടങ്ങ് ഡ്രൈ ആക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും കക്കാറച്ചി കിട്ടുമ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ വീണ്ടും കാണാം.